സംസാരിക്കുന്നതിനായി പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജക് ജയ് നന്ദകുമാർ ചേരുന്നു. ശ്രീ ജയ് നന്ദകുമാർ, സ്വാഗതം. ഇന്ന് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ കാര്യാലയം, ദേശീയ കാര്യാലയത്തിലേക്ക് പ്രധാനമന്ത്രി എത്തിച്ചേരുകയാണ്. മൂന്നാമത് പ്രധാനമന്ത്രി ആയതിനു ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ സന്ദർശനമാണ്. താങ്കൾ എങ്ങനെ അതിനെ കാണുന്നു? തീർച്ചയായിട്ടും സംഘത്തിന്റെ ഒരു സ്വയം സേവകൻ എന്ന നിലയിൽ സംഘത്തിന്റെ ദീർഘകാലം പ്രചാരകനായി ഇരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാഗപ്പൂരില് വർഷപ്രതിപത പോലൊരു ദിനത്തിൽ വരുന്നത് അങ്ങേയറ്റം ആഹ്ലാദകരമാണ്, അങ്ങേയറ്റം അഭിമാനം ഉണർത്തുന്ന ഒരു വിഷയം കൂടിയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വയം സേവകൻ സംഘ കേന്ദ്രത്തിലേക്ക് എത്തുന്നത് അതിലൊരു അസ്വാഭാവികതയൊന്നുമില്ല. ഇന്ന് പലരും വാർത്തകളിലൂടെയും മറ്റും പറയുന്നത് പോലെയുള്ള ഒരു അസ്വാഭാവികത അതിൽ ഇല്ല. നരേന്ദ്രമോദിജി ഗുജറാത്തിന്റെ സംസ്ഥാന തലത്തിലുള്ള പ്രവർത്തകനായിട്ട്, സംഘത്തിന്റെ പ്രവർത്തകനായിരിക്കവെയാണ് അദ്ദേഹം രാഷ്ട്രീയ രംഗത്തേക്ക് നിയോഗിക്കപ്പെട്ടത്. അതിനുശേഷം അദ്ദേഹം മുഖ്യമന്ത്രി ആകുന്ന സമയത്തും ഒക്കെ വലിയ തിരക്കിലേക്ക്, പ്രധാനമന്ത്രി എന്ന പദത്തിന്റെ വലിയ തിരക്കിലേക്ക് പ്രവേശിക്കുന്നത് വരെ പലവട്ടം നാഗപ്പൂരിൽ സന്ദർശിച്ചിട്ടുണ്ട്. അവിടുത്തെ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. സംഘത്തിന്റെ അഖില ഭാരതീയ പ്രതിനിധി സഭയിൽ പങ്കെടുക്കാൻ വേണ്ടി നാഗപ്പൂരിൽ എത്തിയിട്ടുണ്ട്. അതെല്ലാം പലപ്പോഴും സാക്ഷിയാവാനും കഴിഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്നത്തെ ഈ പവിത്രമായ ദിനത്തിൽ അദ്ദേഹം എത്തുന്നത് വളരെ സന്തോഷം ഉളവാക്കുന്ന ഒരു വസ്തുത തന്നെയാണ്.